ഇഷ്ടക്കാർക്ക് വാരിക്കോരി ശമ്പളം കൊടുക്കുന്നുവെന്ന വിവാദങ്ങൾക്കിടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങി സർക്കാർ. 1920 കോടിക്കായി കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനുള്ള ലേലം ഫെബ്രുവരി 25 നടക്കും. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്കെത്തി. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇഷ്ടക്കാർക്ക് ശമ്പളവും യാത്രാബത്തയും ഒക്കെയായി കോടികൾ നൽകുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കടമാകുന്നത്. 1920 കോടിയാണ് കടപ്പത്രങ്ങൾ പുറത്തിറക്കി സമാഹരിക്കുന്നത്. ഈ മാസം 25-നാണ് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം നടക്കുക. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബർ സംവിധാനം ഉപയോഗിച്ചാണ് ലേലം. കടമെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയാകും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 50% വരെ നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു. വരുമാനം ഉയർത്താൻ വിവിധ സർവീസ് ഫീസുകൾ കുത്തനെ കൂട്ടുകയും ചെയ്തു. സാധാരണക്കാരനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിനെ കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുക്കുന്നത്. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഇതിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. ഇതിനിടയിലാണ് ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള അധിക ചെലവുകളും. PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള ഇനത്തിൽ ലക്ഷങ്ങളുടെ വർധനവ്, പ്ലീഡർമാരുടെ ശമ്പളവും കുത്തനെ കൂട്ടിയ സാഹചര്യം. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ KV തോമസിന് വിമാനയാത്രയ്ക്കും ലക്ഷങ്ങൾ വകയിരുത്തിയതും സർക്കാർ ഖജനാവിനെ നിലവിൽ വരുത്തിവെച്ചിരിക്കുന്നതും ലക്ഷങ്ങളുടെ ബാധ്യത തന്നെയാണ്. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.